ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ തിരിച്ചു പോവുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. അമ്മേനെ ഇത്ര നാളും ബുദ്ധിമുട്ടിപ്പിച്ചു, ഇനി കുറച്ച് പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു. ഇന്ന് അമ്മ ഉച്ചയ്ക്ക് നേരത്തെ വന്നു. ഞങ്ങൾ പ്രമാണിച്ച് അമ്മ നേരത്തെ വന്നു. ഏട്ടൻ ഉണ്ടായില്ല, ഏട്ടൻ പുറത്തായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. സ്പെഷ്യൽ ഇന്ന് ചിക്കൻ വറുത്തതുണ്ടായി, പിന്നെ സാമ്പാർ, ഉപ്പേരി, പപ്പടം, അച്ചാർ, അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുള്ളൂ വിചാരിച്ചിട്ട് പിന്നെ ഇതാ റെഡി ആയിട്ട് ഇങ്ങനെ ഏട്ടനെ കാത്തിരിക്കുകയാണ്. മേക്കപ്പൊന്നും ചെയ്തില്ല. മേക്കപ്പൊന്നും ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക്. പൊതുവേ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഇച്ചിരി മേക്കപ്പ് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ഞാൻ ഏട്ടൻ്റെ വീട്ടിലെത്തി. പെട്ടികളെല്ലാം തുറന്ന് മലത്തിയിട്ടുണ്ട്. എല്ലാം ആദ്യം മുതൽ സെറ്റ് ചെയ്യണം. കുറച്ച് ദിവസം അവിടെ ഇല്ലാത്തതിൻ്റെ കേട് നന്നായിട്ട് റൂമിന് അറിയാനുണ്ടായിരുന്നു. നമ്മുടെ ഫാനൊക്കെ നാശമായി. അലമാര തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്നേന്ന് മുതൽ ശരിയാക്കി വരുവാണ്. ഇപ്പം ശരിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ആഞ്ഞു പിടിച്ചെല്ലാം ശരിയാക്കി. കാരണം സ്വത്തു ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവൾ അടഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ അവൾ താഴെ കുട്ടികളുടെ അടുത്ത് കളിക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം വേഗം ചെയ്തു. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഏട്ടൻ വിദേശത്തേക്ക് പോവുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ ഏട്ടൻ വന്ന് നാട് വിടും. അപ്പോൾ അതിൻ്റെ ചെറിയ സങ്കടത്തിലായിരുന്നു ഞാനൊക്കെ. ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഏത് സമയമാവും എൻ്റെ ഡാം പൊട്ടിത്തെറിക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരം എന്തായാലും ഇവിടെ ചോറല്ല, ഗോതമ്പിൻ്റെ ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ആണ് ഇവിടെ എന്നും പതിവ് കേട്ടോ. ഇവിടെ ചോറ് അച്ഛന് ഷുഗറുള്ള കാരണം അങ്ങനെ ചോറാരും കഴിക്കില്ല. കഴിക്കണമെങ്കിൽ കഴിക്കാം, ഉച്ചത്തെ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ ഉണ്ടാക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ക്യാമറ വെച്ചത് ആർക്കും അറിയണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ ക്യാമറയുടെ മുമ്പിലാണ് നിൽക്കണതെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി വേഗം ഓടിപ്പോകുന്നുണ്ട്. ഈ സമയത്താണ് നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയതെന്ന് ഞാൻ അറിയുന്നത് കേട്ടോ. ഒത്തിരി സന്തോഷം, എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ കൂടി വന്ന പുതിയ കൂട്ടുകാർക്കും പഴയ കൂട്ടുകാർക്കും എല്ലാവർക്കും. ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി എന്തായാലും നമ്മുടെ വീഡിയോസ് ഇങ്ങനെ തുടർന്ന് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതാ വൈകുന്നേരത്തേക്കുള്ള ദോശ ചുടുന്ന തിരക്കിലാണ് ഞാൻ. ഇതിൻ്റെ ഇടയ്ക്ക് സ്വത്തും കുട്ടികളും എന്തൊക്കെയോ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ കുനിഞ്ഞതെന്ന് വെച്ചാൽ നമുക്കിവിടെ കിണർ വെള്ളമാണ്. കിണർ കുറച്ച് താഴെ പോകണം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുടത്തിൽ വെള്ളം ഏച്ചിട്ട് വന്നിട്ടാണ് വെക്കുന്നത്. നമ്മുടെ വീട്ടിൽ അങ്ങനെ പൈപ്പ് കണക്ഷൻ മാത്രമാണ് ഉള്ളൂ. അപ്പോൾ കുടത്തിലിങ്ങനെ വെള്ളം വെക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്കിങ്ങിനൊക്കെ കിണറ്റിലെ വെള്ളമാണ് കൂടുതൽ ഉപയോഗിക്കാറ് കേട്ടോ. പിന്നെ എന്തെല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതാ രാത്രി 8-9 മണിയായി. കുട്ടികളൊക്കെ ചോറിനാൻ തുടങ്ങി. സ്വത്തുവാണെങ്കിൽ പുതിയ ബ്രഷും കൊണ്ട് പല്ല് തേക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്വത്തുവിന് എന്ത് പുതിയത് കിട്ടിയാലും പിന്നെ കിടന്നുറങ്ങണവരെ അത് കയ്യിൽ വേണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോസ്. എൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. ഇതുവരെ നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.